മറുനാടൻ റാന്നിയിലെ ആ കുടുംബത്തോട് മാപ്പ് പറയുമോ? കഴിഞ്ഞ ജനുവരി 26-ന് റാന്നിയിലെ ഒരു ജ്ഞാനായ യാക്കോബായ കുടുംബ ഗ്രൂപ്പിൽ വന്ന ചില ശബ്ദ സന്ദേശങ്ങളും വിവാഹ ഫോട്ടോകളും എനിക്ക് ആ ഗ്രൂപ്പിലുള്ള i2 ന്യൂസ് പ്രേക്ഷകനായ ഒരാൾ ഇട്ടുതരികയുണ്ടായി. അതിന്റെ അല്പഭാഗങ്ങൾ ഇപ്പോൾ കേൾപ്പിക്കാം. ആന്റി, ഈ കല്യാണത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ഇത് 3-4 ദിവസം മുമ്പ് നമ്മുടെ ഗ്രാനായ സമുദായത്തിൽ ഐത്തലപ്പള്ളി വെച്ച് നടന്ന ഒരു കല്യാണമാണ്. ഈ ചെറുക്കൻ പണ്ട് ഇറ്റലിയിലുള്ളതാ. അപ്പം അവന്റെ ഇറ്റലിയിൽ നിന്ന് നമ്മുടെ ഗ്രാനായക്കാര് കോവിഡ് പടർത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ വന്ന ചെറുക്കനാ. അത് ഇവന്റെ ഫാമിലി ആയിരുന്നു. ഇവനും ഇവന്റെ പപ്പായും മമ്മിയും ഒക്കെ ആയിരുന്നു അന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന്. ഇവന്റെ കല്യാണമായിരുന്നു 3-4 ദിവസം മുമ്പ്. കല്യാണം കഴിഞ്ഞാണ് മനസ്സിലായത് നമ്മുടെ ഐത്തലപ്പള്ളി വെച്ചായിരുന്നു കല്യാണം. കല്യാണം കഴിഞ്ഞ് ഇവനങ്ങ് തിരിച്ച് ഇറ്റലിക്ക് പോയി. ആൾക്കാർ സെറിമണിയൊക്കെ അന്വേഷിച്ച് അറേഞ്ച് ഒക്കെ ചെന്നപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. ഇവനെ ആ പെണ്ണ് ചതിക്കുകയായിരുന്നു. ഇവനെ ആ പെണ്ണെന്ന് പറഞ്ഞ ആ സൈഡിൽ നിൽക്കുന്നത് അതൊരു പെണ്ണല്ലായിരുന്നു, ഒരു ചെറുക്കനായിരുന്നോണ്ട് അവനെ പെട്ടെന്ന് തന്നെ നാട് വിട്ടു. ഇപ്പൊ ഈ അടുത്ത സമയത്ത് 3-4 ദിവസം മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായ സംഭവം. ജ്ഞാനായ സഭയിലെ സേവറിയോസ് മെത്രാൻ മുഖ്യ കാർമ്മികനായി കടുത്തിരുത്തി സ്വദേശിനിയായ ഒരു യുവതിയുടെ വിവാഹം ജനുവരി 23-ന് നടത്തിക്കൊടുത്തു എന്നും വരൻ കോവിഡ് കാലത്തെ വിവാദത്തിന് കാരണമായ കുടുംബത്തിലെ അംഗമാണെന്നും ആ യുവാവ് വിവാഹപ്പിറ്റെന്ന് വധുവിനെ ഒരു ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് വധുവിന്റെ വീട്ടിൽ കൊണ്ടാക്കി ഇറ്റലിയിലേക്ക് കടന്നു കളഞ്ഞതായും പറയുന്ന കുശുമ്പും കുന്നായ്മയും പിടിച്ച ബന്ധുക്കളുടെയും അയൽവാസികളുടെയും എന്ന് ആർക്കും കേട്ടാൽ മനസ്സിലാകുന്ന ശബ്ദ സന്ദേശങ്ങൾ ആയിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ശബ്ദശകലങ്ങൾക്ക് ആ വിലയെ കൽപ്പിച്ചിരുന്നുള്ളൂ. ഇതൊരു കുടുംബ വിഷയമായതിനാലും വിവാഹം കഴിഞ്ഞ് ഒരു ദിവസം മാത്രം കഴിഞ്ഞ ഒരു സംഭവമായിരുന്നതിനാൽ അതിനെക്കുറിച്ച് വിശദമായി മാത്രം അന്വേഷിച്ച് വാർത്ത ചെയ്യാം എന്ന് ഞങ്ങൾ കരുതി. ഇതൊരു വൈറൽ കണ്ടന്റ് ആയിരുന്നു എങ്കിലും ഞങ്ങൾ കാളപറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുക്കാതിരിക്കുവാൻ കാരണം പലതാണ്. ഒന്ന്, വളരെ ഗുരുതരമായ ഒരു പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കുന്ന ആരോപണമാണ് പുറത്തുവിട്ടത്. വധു ട്രാൻസ്ജെൻഡർ ആണത്രേ. ഊഹാപോഹം പറഞ്ഞാൽ പോലും ആ പെൺകുട്ടിയുടെ ജീവിതം തകരും. 2, ആ സമയം വധുവിന്റെ വീട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തിരുന്നില്ല. അപവാദ പ്രചരണങ്ങൾ കടുത്തപ്പോൾ മാത്രമാണ് വധുവിന്റെ വീട്ടുകാർ പേരിന് പരാതി കൊടുത്തതെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ നടപടികളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായില്ല. ആ ദമ്പതികൾ തമ്മിലുള്ള പ്രശ്നം യഥാർത്ഥത്തിൽ എന്താണെന്ന് മാതാപിതാക്കൾ പോലും തമ്മിൽ മനസ്സിലാക്കി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 3, തെറ്റായ എന്തെങ്കിലും ഊഹാപോഹങ്ങൾ വിളിച്ചു പറഞ്ഞാൽ നാളെ ഈ 2 കുടുംബങ്ങൾ തമ്മിലുള്ള ഈ വിഷയം അവർ തമ്മിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടാൽ വാർത്ത നൽകിയ നമ്മൾ ശശിയാകും. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും തിരുത്തുവാൻ പറ്റില്ല, തിരിച്ചെടുക്കുവാൻ പറ്റില്ല. ആ യുവതിയുടെയും യുവാവിന്റെയും ഭാവി തകരുകയും ചെയ്യും. കുടുംബം കലക്കൽ നമ്മുടെ പണിയല്ല. അതുകൊണ്ടാണ് i2 ന്യൂസ് ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുന്നത് വരെ ഇതുവരെ ഒരു വാർത്ത പോലും ചെയ്യാതിരുന്നത്. പലരും ഞങ്ങളെ വിളിച്ചു ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു വാർത്ത ചെയ്യാതിരുന്നത് എന്ന്. കാരണം ക്രൈസ്തവ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് i2 ന്യൂസിൽ വരുന്ന പച്ചയായ സത്യസന്ധമായ വാർത്തകളാണ്. ഞങ്ങൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലും അടുത്ത കുടുംബക്കാരോടും തൊട്ടടുത്ത നാട്ടുകാരോടും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇത് തികച്ചും 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് എന്നാണ്. അവർക്ക് തമ്മിൽ യാതൊരു കാരണവശാലും യോജിച്ചു പോകുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് അത്രേ ഇപ്രകാരം ഒരു തീരുമാനമെടുത്തത്. അവരുടെ ജീവിതമല്ലേ, അവരല്ലേ തുടർന്ന് ഒരുമിച്ച് ജീവിക്കേണ്ടുന്നത്. അവർക്ക് യാതൊരു കാരണവശാലും ഒരുമിച്ച് ജീവിക്കുവാൻ സാധിക്കത്തില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു കൊലപാതകത്തിനോ ആത്മഹത്യക്കോ വഴിവെക്കാതെ എത്രയും വേഗം അവർ ഒരു തീരുമാനമെടുത്തതിനെ നമുക്കെങ്ങനെ ന്യായീകരിക്കുവാൻ എതിർക്കുവാൻ സാധിക്കും എന്ന്. സത്യമല്ലേ? കാരണം എന്താണെങ്കിലും ഒറ്റ രാത്രി കൊണ്ട് അത്തരമൊരു തീരുമാനമെടുക്കുവാൻ തോന്നിയെങ്കിൽ അതിനു പിന്നിൽ അവർക്ക് പുറത്ത് ആരോടും പറയാൻ പറ്റാത്ത എന്തെങ്കിലും തക്കതായ ഒരു കാരണം കാണും. അതിനെ അബുക്കുമെന്നോ ബാലിശമെന്നോ വിവരമില്ലായ്മയെന്നോ ഒക്കെ പലരും വിളിച്ചേക്കാം. പക്ഷേ അങ്ങനെ സംഭവിച്ചു പോയി. സോഷ്യൽ മീഡിയയിലൂടെ ബന്ധുക്കളും നാട്ടുകാരും തുടങ്ങി വെച്ച ആ ഊഹാപോഹം മറുനാടൻ ഏറ്റെടുത്തു. 2 വാർത്തകൾ നൽകി. ലക്ഷക്കണക്കിന് ആളുകൾ ആ വാർത്ത കണ്ടു, മൂക്കത്ത് വിരൽ വെച്ചു. പെൺകുട്ടിയുടെ അടുത്ത കൂട്ടുകാരികൾ പോലും വിളിച്ച് അവളോട് ചോദിച്ചു, എന്നാലും നീ ഞങ്ങളിൽ നിന്ന് പോലും ഇത് മറച്ചു വെച്ചല്ലോടി എന്ന്. ആ യുവതിയുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. ഗത്യന്തരമില്ലാതെ പെൺകുട്ടിയുടെ വീട്ടുകാർ യുവാവിനെതിരെ കേസ് കൊടുത്തു. കടുത്തുരുത്തി പോലീസ് 498A 354A1 ക്ലോസ് ഐ എന്നീ വകുപ്പുകളിട്ട് 165/2025 ക്രൈം നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. ആദ്യ എപ്പിസോഡിൽ മറുനാടന്റെ ആരോപണം, പെൺകുട്ടിയെക്കുറിച്ചുള്ള ആരോപണം ഇതാണ്, ഉറപ്പില്ല, അത് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ആ വാർത്ത. ഉറപ്പില്ലാത്ത വാർത്ത നാം എന്തിനു കൊടുക്കണം?
ആ യുവാവ് അപ്രകാരം ഒരു പരാമർശം ആരോടെങ്കിലും പറഞ്ഞതായി യാതൊരു തെളിവുമില്ല. അത് ബന്ധുക്കളും നാട്ടുകാരും പടച്ചുവിട്ടതാണ്. പക്ഷേ എൻ്റെ സങ്കല്പത്തിലുള്ള പെണ്ണ് ഇങ്ങനെ ആയിരുന്നില്ല എന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. എൻഗേജ്മെന്റും നടന്ന് കല്യാണവും കഴിഞ്ഞ് ആദ്യ രാത്രിയും കഴിയുന്നതുവരെ ഇത് തുറന്നു പറയുവാൻ നിന്റെ വായിൽ പഴമായിരുന്നോ? ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണോ ഞാൻ ഉദ്ദേശിച്ച സാധനം ഇങ്ങനെയല്ലായിരുന്നു എന്ന് പറയേണ്ടിയിരുന്നത് എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഈ അവസ്ഥയിലേക്ക് എത്തുവാൻ മാതാപിതാക്കളും കാരണക്കാരാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും മക്കളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നതിന് പകരം കുടുംബമഹത്വം, കുടുംബസമ്പത്ത്, ജോലി, അളിഞ്ഞ പാരമ്പര്യം ഇതിനൊക്കെ അമിത പ്രാധാന്യം നൽകി ഇരുവരുടെയും മനസ്സും മനസ്സിലാക്കാതെ പിടിച്ചു കെട്ടിച്ചാലും ഇപ്രകാരമൊക്കെ സംഭവിക്കാം. മാതാപിതാക്കൾക്ക് പിന്നീട് എന്ത് ചെയ്യാൻ സാധിക്കും? അതുകൊണ്ട് അവരും ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ലാത്ത മക്കളെ ഒരിക്കലും പിടിച്ച് നിർബന്ധിച്ച് കെട്ടിക്കാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും സ്വഭാവ വൈകൃതങ്ങളോ ഒരു വിവാഹ ജീവിതത്തിന് ശേഷിയോ കാര്യപ്രാപ്തിയോ ഇല്ലാത്തവരെ ഒരു വിവാഹം കഴിപ്പിച്ചയച്ചാൽ ചിലപ്പോൾ നന്നാകും, ഉത്തരവാദിത്വം വരും എന്നൊക്കെ ഓർത്ത് മാതാപിതാക്കൾ അവരെ പിടിച്ച് വിവാഹം കഴിപ്പിക്കാതിരിക്കുക. അവരെ നിങ്ങൾ കൊലയ്ക്ക് കൊടുക്കുകയാണ്, മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണപർവ്വതം, കൂടത്തായി, ജോളി കേസടക്കം എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. വാർത്തകളിലൂടെ വന്ന ഊഹാപോഹങ്ങൾ കേട്ട് ഒന്നാമതെ തന്നെ ആകെ തകർന്നിരുന്ന ആ പെൺകുട്ടി കടുങ്കൈയൊന്നും ചെയ്തില്ല എന്നത് ആരുടെയോ സുഹൃതമാണ്. അവരുടെ വിവാഹ ഫോട്ടോ വരെ വെച്ചാണ് ആ വാർത്തകൾ ചെയ്തത് എന്നോർക്കണം. നാളെ സത്യം പുറത്തു വരും, കാര്യങ്ങൾ കലങ്ങിത്തെളിയും എന്ന ബോധ്യം ഉള്ളതുകൊണ്ടായിരിക്കണം ആ യുവതിക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിച്ചത്. രണ്ടാമതും മറുനാടൻ ആ യുവാവിനെ കൊന്നുകൊല വിളിച്ച് ഒരു വീഡിയോ ചെയ്തു. അവസാനം ഇതാ യുവതിയുടെ വീട്ടുകാർ കഴിഞ്ഞ ദിവസം കോടതിയെ അറിയിച്ചു, ഇരു കൂട്ടരും തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിച്ചു, ഞങ്ങൾക്ക് കേസുമായി മുന്നോട്ട് പോകുവാൻ യാതൊരു താല്പര്യവുമില്ല എന്ന്. ഞങ്ങൾ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷനിലും വിളിച്ചപ്പോൾ ഞങ്ങൾക്ക് ലഭിച്ച വിവരം പെണ്ണിന്റെ വീട്ടുകാർക്ക് കേസുമായി മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ലത്രേ. അവർ പ്രശ്നം പരിഹരിച്ചു എന്നാണ്. ചെറുക്കൻ കൂട്ടർ ആ FIR ഇനി കോടതിയിൽ ക്വാഷ് ചെയ്യുന്നതോടെ ഈ കേസ് ആവിയാകും. പക്ഷേ ഊഹാപോഹം പരത്തി അവർക്കുണ്ടാക്കിയ മാനക്കേട് ആര് പരിഹരിക്കും? പ്രശ്ന പരിഹാരത്തിന് അവർ എന്തും ചെയ്യട്ടെ, കൊടുക്കൽ വാങ്ങലുകൾ നടത്തട്ടെ. അത് പൂർണ്ണമായും അവരുടെ സ്വകാര്യ കുടുംബകാര്യമാണ്. ഒരു കുടുംബ പ്രശ്നത്തെ എടുത്ത് പുറത്തിട്ട് അലക്കി നാറ്റി അവസാനം അവർ തമ്മിൽ പ്രശ്നം പരിഹരിച്ചപ്പോൾ ശശിയായത് ആരാണ്? ഇപ്രകാരം ശശിയാകുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുവാനാണ് ITV ന്യൂസ് ഈ വാർത്ത ഇതുവരെ നൽകാതിരുന്നത്. എന്തുകൊണ്ടാണ് ITV ന്യൂസ് ഈ വാർത്ത ചെയ്യാതിരുന്നത് എന്ന് പലരും ചോദിച്ചതിനുള്ള മറുപടിയായാണ് ഞങ്ങൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ആ യുവാവിനെയും യുവതിയെയും അവരുടെ വീട്ടുകാരെയും അവരുടെ വഴിക്ക് വിടുക. നാളെ അവർ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിച്ചേക്കാം. അവരെ ഉപദ്രവിക്കാതിരിക്കുക. അവർ വേർപിരിഞ്ഞതിന് അവരുടേതായ തക്കതായ കാരണം കാണും. നമ്മൾ കരക്കിരുന്ന് വിസിലടിക്കുകയും റഫറി കളിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? നാളെ നമ്മുടെ മകനോ മകൾക്കോ ഇപ്രകാരം ഒരു അവസ്ഥ വന്നാൽ, അവർ ഇപ്രകാരം ഒരു തീരുമാനമെടുത്താൽ നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്ന് മാത്രം ആലോചിക്കുക. കാള പറ്റൂ എന്ന് കേൾക്കുമ്പോൾ ചാടി കയറെടുത്തോണ്ട് ഓടാതിരിക്കുക. എന്നാൽ കാള പറ്റൂ, ഒരു പശുക്കിടാവായിരുന്നു അത്, ഞാനാണ് അത് ആദ്യം കണ്ടത് എന്ന് പറയുന്നവരോട് നമ്മൾ എന്ത് പറയുവാനാണ്? i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.